വെൽക്കം ബാക്ക് ടു ഡൈൻ വിത്ത് ആൻ. ഇന്ന് നമുക്ക് കേരള സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. വലിയ പീസ് നല്ല ഏകദേശം ഒരു മീഡിയം സൈസിലുള്ള പീസായിട്ടാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ചെറിയ ജീരകമല്ല വലിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 തക്കോലം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കറുത്ത ജീരകം അഥവാ ഷാജീരകം, ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഏലക്കായ, 5 ഗ്രാമ്പു ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കറുത്ത ജീരകം ഓപ്ഷണലാണ്, ചേർക്കണം നിർബന്ധമൊന്നുമില്ല. ഒരു 5 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇത്രയും ഞാനൊന്ന് ചതച്ചെടുത്തിട്ട് അതിൽ 2 ടീസ്പൂൺ ഇപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർക്കുന്നുണ്ട്. തൈര് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് 1 പിടി മല്ലിയില, 1 പിടി പുതിനയില ഇത്രയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ പുതിനയിലയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്ലേവറൊക്കെ എപ്പോഴും നമുക്ക് കിട്ടും. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടണം. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു രാത്രി മുഴുവൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയും സമയം വെക്കാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അപ്പോഴാണ് മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടുള്ളൂ. ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് കാഷ്നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കാഷ്നട്ട്സ് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഓയിലാണ് എടുത്തിരിക്കുന്നത്. കാഷ്നട്ട്സ് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കിസ്മിസിനും കാഷ്നട്ട്സിനും അളവൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. ഈ കിസ്മിസും ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. നമുക്കിനി അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് സവാള നല്ല കനം കുറഞ്ഞ നീളത്തിൽ അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തൊന്ന് വറുത്തെടുക്കാം. നമ്മളിതൊരു ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സവാള വറുത്തെടുക്കുന്നത്. അപ്പോൾ കനം കുറച്ച് അരിയുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ ക്യാമറയിൽ കാണുമ്പോഴായിട്ട് ഒരുപാട് ഡാർക്ക് കളറായിട്ട് തോന്നുന്നത്. ഇത്രയും ഡാർക്കൊന്നും ആയിട്ടില്ല ശരിക്കും. ഇനി നമുക്ക് അരി വേവിക്കാനായിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ലൈം ജ്യൂസ് ചേർക്കുമ്പോൾ നമ്മൾ അരിയൊക്കെ നല്ല വൈറ്റ് കളറിൽ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു കഷ്ണം പട്ട, 2 ഏലക്കായ, 3 ഗ്രാമ്പു, 1 തക്കോലം ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അരി നമ്മൾ വെന്ത് വരുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കും. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ടൊന്ന് കഴുകി 20 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഒന്ന് വാർത്തെടുത്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്തൊന്ന് ടേസ്റ്റ് നോക്കുക. എപ്പോഴും ഉപ്പ് ഒരല്പം മുന്നിൽ നിൽക്കണം. ബിരിയാണി, ഫ്രൈഡ് റൈസ് പോലുള്ളതൊക്കെ നമ്മളിങ്ങനെ പ്രത്യേകിച്ച് അരി സെപ്പറേറ്റ് വേവിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ അരി വെള്ളത്തിലിട്ട് തന്നെ വേവിച്ചെടുക്കുമ്പോൾ ഒരു പടിക്ക് മുമ്പിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഏകദേശം 1/4 ഭാഗം വേവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ അരി പിടിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് നീളം വെച്ചിട്ടുണ്ടാകും, എന്നാൽ അരി അത്ര സോഫ്റ്റ് ആയിട്ടുണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു പാകം. ബാക്കിയുള്ള വേവ് നമുക്ക് ദമ്മിൽ നിന്ന് വെന്തോളും. ഇനി നമുക്ക് ഈ അരി ഒന്ന് കോരി മാറ്റാം.
ഈ ചോറിൻ്റെ കൂടെ നമ്മൾ ചേർത്തിട്ടുള്ള മസാല കൂടി നമ്മൾ കോരിയെടുക്കണം, അത് കളയാനുള്ളതല്ല. ഇപ്പോൾ ഇതാ ചോറ് ഇവിടെ നമ്മൾ വാർത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ചിക്കനുള്ള മസാല തയ്യാറാക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് 5 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. നീളത്തിൽ അരിഞ്ഞതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സവാളയുടെ അളവ് കുറയ്ക്കാം. എനിക്ക് സവാളയൊക്കെ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. അത് കാരണം ഞാൻ എപ്പോഴും കൂടുതൽ സവാള ചേർത്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുക. ഈ സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സവാള നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ നടുക്കിലേക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റിൽ നിന്ന് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1 മിനിറ്റ് ആ നടുക്കുള്ള എണ്ണയിൽ കിടന്ന് അതൊന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് വഴറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പൊടികൾ ചേർത്ത് വഴറ്റുമ്പോൾ ലോ ഫ്ലെയിം ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 5 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു. അത് കാരണമാണ് മുളക് പൊടിയുടെ അളവ് ഞാൻ കുറച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് അതുകൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പുതിനയില അതുപോലെ തന്നെ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്യുമ്പോൾ ഇലകൾ ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മൾ മസാല ചേർക്കുമ്പോൾ വഴറ്റുന്ന സമയത്ത് കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അളവ് ഒരുപാട് കൂടാതിരിക്കാൻ വേണ്ടി മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തൊരു അരമണിക്കൂറെങ്കിലും പുറത്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി മസാലയും ചിക്കനും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് പിടിച്ചു കിട്ടണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ചെറുതീയിൽ വെച്ചിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ചിക്കൻ ഓൾമോസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഇതിൻ്റെ വെള്ളം ഫുൾ വറ്റണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിതിൻ്റെ വെള്ളം ആവശ്യമുണ്ട്. നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് പാത്രത്തിൻ്റെ അടിയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാനാണ്. ഒരുപാട് വെന്ത് ഉടയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്യാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പ്രഷർ കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഡീപ്പായിട്ടുള്ള പ്രഷർ കുക്കറാണ്. അതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മസാലയുടെ ഗ്രേവി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ മീതെ നമ്മൾ റൈസാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ചൂട് തട്ടി ആ റൈസ് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഗ്രേവി ഫുള്ള് അടിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ആ ഗ്രേവിയുടെ കൂടെ 2-3 ചിക്കൻ പീസ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഗ്രേവിയുടെ മീതെ ഒരു ലെയർ ചോറ് ചേർത്ത് കൊടുക്കാം. ഒരുപാട് കട്ടി കുറച്ച് നമ്മൾ ചേർക്കരുത്, അതുപോലെ ഒരുപാട് കനത്തിലും ചേർക്കരുത്. നമുക്കിതിന് മീതെ വീണ്ടും ചിക്കനൊക്കെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ റൈസിൻ്റെയും ചിക്കൻ്റെയൊക്കെ അളവൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ലെയർ ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ഈ ചോറിൻ്റെ മീതെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള, കാഷ്നട്ട്സ്, കിസ്മിസ് എന്നിവ ഒന്ന് വിതറി കൊടുക്കാം. കുറച്ച് വീതം നമുക്ക് അതിൻ്റെ മീതെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മീതെ ഒരു ചെറിയ ലെയർ മല്ലിയില അതുപോലെ തന്നെ പുതിനയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
ഞാനിപ്പോൾ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ശുദ്ധമായ നറുനെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നറുനെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോ കാണാൻ വേണ്ടിയിട്ട് മുകളിലുള്ള ഐ കാർഡ് നോക്കുക. ഇനി അതിൻ്റെ മീതെ നമുക്ക് ചിക്കൻ്റെ പീസസ് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ചിക്കൻ്റെ കുറച്ച് ഗ്രേവി കൂടി ചേർത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഒരു ലെയർ ചിക്കൻ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മീതെ വീണ്ടും നമ്മൾ ചോറ് വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിൻ്റെ ബാക്കി ലെയർ കൂടി സെറ്റ് ചെയ്തെടുക്കാം. ചോറിൻ്റെ മീതെ വീണ്ടും വറുത്ത് വെച്ചിട്ടുള്ള സവാള, കാഷ്നട്ട്സ്, കിസ്മിസ്, മല്ലിയില, പുതിനയില, നെയ്യ്, വീണ്ടും ചിക്കൻ, അങ്ങനെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പാത്രം നിറയുന്നത് വരെ നമുക്കൊന്ന് ലെയർ ചെയ്തെടുക്കാം. ഇപ്പം ഇതാ ഞാൻ ഫുൾ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. പാത്രത്തിൻ്റെ മുകൾ ഭാഗം വരെ ഞാൻ നിറച്ചിട്ടുണ്ട്. ഇനി കുക്കർ നമുക്കൊന്ന് മൂടി വെക്കാം. ഞാനിവിടെ വെയിറ്റ് ഇടുന്നില്ല. വെയിറ്റ് ഇടാതെയാണ് ഞാൻ ദം ചെയ്തെടുക്കുന്നത്. ഒരു തവ ഞാനിവിടെ ഒരു ഹൈ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ തവയുടെ മീതെയാണ് നമ്മൾ ദം ചെയ്യാൻ വെക്കുന്നത്. അല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് ഈ കുക്കർ അങ്ങനെ തന്നെ സ്റ്റവിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ആകുമ്പോൾ അത്ര വേഗം അങ്ങ് ചൂട് കിട്ടില്ല. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കണം. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ കുക്കർ ഒന്ന് തുറന്നു നോക്കുന്നുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് ബിരിയാണി വന്നിട്ടുണ്ട്. അരി നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുകളിൽ നിന്ന് താഴേക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ റൈസ്, ചിക്കൻ, മസാല, സവാള, മല്ലിയില, പുതിനയില എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടണം. ചിലർ ദം ചെയ്യുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടുള്ള പൈനാപ്പിൾ പീസസ് ഒക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയും ചെയ്ത് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഞാനിവിടെ സാലഡ്, അതുപോലെ തന്നെ പപ്പടം, മുട്ട പുഴുങ്ങിയത് ഇത്രയും കൂടി ചേർത്തിട്ടാണ് സെർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം എന്നെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.